നമുക്ക് ഡൗട്ടായിട്ട് വന്ന സിമ്പിൾ ആൻഡ് ടെസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നമ്മളുടെ അർജുന ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ ആൻഡ് ടെസ്റ്റിൻ്റെ ചാപ്റ്ററിൽ എല്ലാ ടൈപ്പും സിമ്പിൾ ആൻഡ് ടെസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എല്ലാ ടൈപ്പും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് കാണുക. അപ്പോൾ ഒരുപാട് പേർക്കും നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പോലും അറിയില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ ചെറിയ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം എടുത്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ ആൻഡ് ടെസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിനെ പറ്റിയും എങ്ങനെ കണ്ടുപിടിക്കണം എല്ലാ ടൈപ്പും ആ ഒരു അർജുന ബാച്ചിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിനാക്കിളിൽ നിന്ന് വന്നിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പാടായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് അർജുന ബാച്ചിലുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഏറ്റവും സെറ്റായിട്ട് ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എന്താണെന്ന് മനസ്സിലാവും. കോമ്പൗണ്ടസിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ കുറേ പേര് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഉള്ളൊരു റിപ്ലൈ ആണ്, അത് എന്ത് ചെയ്യുക കാണുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കി ചെയ്യാം. റഹിന ഡിസൈഡഡ് ടു ബൈ എ സ്കൂട്ടി ദാറ്റ് കോസ്റ്റ് ₹40,000, അതായത് 40,000 രൂപ വിലയുള്ള ഒരു സ്കൂട്ടിയാണ് അവൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ദ ഷോപ്പ് കീപ്പർ അഗ്രീഡ് ടു സെൽ ദ സ്കൂട്ടി അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ₹25,000 ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ആ സമയത്ത് 25,000 രൂപ കൊടുക്കാം. അപ്പോൾ 40,000 രൂപയുടെ സാധനത്തിന് 25,000 രൂപ കൊടുത്താൽ ബാക്കി എത്ര രൂപയാണ്? 15,000 രൂപയാണ് നമുക്ക് ഇനി കൊടുക്കേണ്ടത്. എന്നിട്ട് എന്താണ് ആൻ്റെ പേയ്മെൻറ്റ് ഓഫ് 4,000 ഈച്ച് മന്ത് ഫോർ 4 months, അതായത് 4 മാസത്തേക്ക് ഓരോ മാസവും 4,000 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു, അവൾ കൊടുക്കുന്നു. കാര്യം ഓരോ മാസവും 4,000 വെച്ച് കൊടുത്താൽ അവിടെ 16,000 രൂപ കൊടുത്തു. നമുക്ക് 15,000 കൊടുത്താൽ മതി, പക്ഷേ 16,000 രൂപ നമ്മൾ കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളവിടെ ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കുന്നത്. കാര്യം നമ്മൾ ഒരു 15,000 രൂപ കടം എന്നുള്ള രീതിയിലാണ് അല്ലേ. 40,000 രൂപ ഉണ്ടായിരുന്നു, അതിൽ ബാക്കി ഇനി കൊടുക്കാനുള്ള എത്ര രൂപയാണ്? നമുക്ക് 25,000 ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ബാക്കി നമുക്ക് 15,000 രൂപയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ 15,000 രൂപ 15,000 കിട്ടിയത് എങ്ങനെയാണ്? ഡൗൺ പേയ്മെൻറ്റ് 40,000-ൽ നിന്നും 25,000 കുറച്ചു. അപ്പോൾ നമുക്ക് 15,000 രൂപയാണ്. ഞാൻ റേറ്റ് പെർസെൻറ്റേജിനെ ക്യാപിറ്റൽ R എന്ന് കൊടുക്കുന്നു. നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അർജുന ബാച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റ് പെർസെൻറ്റേജ് 6 ആണെങ്കിൽ നമുക്ക് 15,000 രൂപയാണുള്ളത്. അപ്പോൾ ഫൈനൽ എമൗണ്ട് ഞാൻ എഴുതുവാണ്. അപ്പോൾ 15,000 രൂപ ആയിരുന്നു ഞാൻ കടം മേടിച്ചത്, അല്ലെങ്കിൽ കടം ഉള്ളത് എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ കടമാണ്, കടക്കാരന് ഞാൻ 15,000 രൂപ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ 15,000വും അതിൻ്റെ കൂടെ നമ്മൾ എമൗണ്ടായിട്ട് ഞാൻ എമൗണ്ട് എഴുതുവാണ്. 15,000-ൻ്റെ ഇൻട്രസ്റ്റും കൊടുക്കണം, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 15,000-ൻ്റെ R/100 ഇൻറ്റു അങ്ങനെ എത്ര മാസം? 4 മാസം. അപ്പോൾ വർഷമായിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് വർഷം എഴുതേനെ. അപ്പോൾ 4 മാസത്തെ നമുക്ക് 4/12 എന്ന് എഴുതാം. കാര്യം മാസത്തെ വർഷമാക്കാൻ വേണ്ടി 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത്രയായിരുന്നു എമൗണ്ട് ഞാൻ അടക്കേണ്ടിയിരുന്നത്. 15,000 രൂപ ഞാൻ 4 മാസത്തേക്ക് 6% റേറ്റിൽ കടം എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ട എമൗണ്ടാണ് ഇത്. എന്നാൽ ഇനി നമ്മളുടെ കൺസെപ്റ്റിലോട്ട് വരുവാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൺസെപ്റ്റിലോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഞാനിത് ഫുള്ളായിട്ട് എഴുതി മനസ്സിലാക്കി തരാം, എന്നിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതി കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഞാൻ ഇൻസ്റ്റാൾമെൻറ്റാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ഫസ്റ്റ് മാസം, സെക്കൻഡ് മാസം, തേർഡ് മാസം, അതേപോലെ 4th മാസം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ക്ലാസ് അർജുന ബാച്ചിൻ്റെ ഞാൻ ഇടുന്ന ക്ലാസ് അത് മസ്റ്റായിട്ടും കാണണം കേട്ടോ, മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഫസ്റ്റ് മാസം ഞാൻ കൊടുക്കുന്നു 4,000 രൂപ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സെക്കൻഡ് മാസം കൊടുക്കുന്നു 4,000 രൂപ, 3ാമത്തെ മാസം കൊടുക്കുന്നു 4,000 രൂപ, 4ാമത്തെ മാസം കൊടുക്കുന്നു 4,000 രൂപ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 4,000 രൂപ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ 4,000 രൂപ എന്ന് പറയുന്നത് ബാക്കി 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 4ാമത്തെ വർഷവും നമുക്ക് എന്തുണ്ട്, നമുക്ക് അതിൽ നിന്ന് നമ്മൾ 4,000 നേരത്തെ കൊടുത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ട് ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റായിട്ട് പറയുകയാണ്. ബാക്കി 12,000 രൂപ എന്തുള്ളൂ, നമുക്കിനി കടമായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, കടമല്ല ഞാൻ പറയുന്നത്, 4,000 കൊടുക്കുമ്പോൾ തന്നെ 15,000-ൽ നിന്നും 4,000 കുറഞ്ഞ് 11,000 രൂപയാവും നമ്മുടെ കടം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻ ആ ക്ലാസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ആ ക്ലാസ് മസ്റ്റായിട്ടും കാണണം. ആദ്യത്തെ ആ 3 എല്ലാ ക്ലാസ്സുകളും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എല്ലാ ക്ലാസ്സിലും കാണണം. അതായത് ഓരോ ക്ലാസ്സിലും ഓരോ ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ 4,000 രൂപ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4,000 രൂപയ്ക്ക് എനിക്ക് എന്തുണ്ട്, നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ റേറ്റ് 6% ആണെങ്കിൽ എനിക്ക് ഈ 4,000 രൂപയ്ക്ക് എന്തുണ്ട്, ബാക്കി 3 വർഷത്തേക്ക് ഞാൻ കൊടുത്തതായിട്ടാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൾറെഡി അത് പേ ചെയ്തതായിട്ട് കൂട്ടും. ഈ 4,000-ൻ്റെ ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ ഫൈനൽ അടയ്ക്കുന്ന എമൗണ്ടായിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ആവും. അതേപോലെ ഈ 4,000-ന് രണ്ടാമത്തെ മാസം കൊടുക്കുന്ന 4,000 രൂപയ്ക്ക് 3ാമത്തെ 4ാമത്തെ മാസം എന്ത് ചെയ്യും, നമുക്ക് 6% ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ 3ാമത്തെ മാസം കൊടുക്കുന്ന ഈ 4,000-ന് ലാസ്റ്റ് മാസത്തെ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എമൗണ്ടായിട്ട് അത് മാറും. നമ്മൾ കൊടുത്തു എന്നുള്ള രീതിയിൽ കൊടുത്ത എമൗണ്ടിലേക്ക് എന്ത് ചെയ്യും, മാറും.
അതായത് ലാസ്റ്റ് മാസം കൊടുക്കുന്ന ഈ 4000-ന് വേറെ ഒന്നുമില്ല, ലാസ്റ്റ് മാസം 4000 അടച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു കടം ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എമൗണ്ട് ആയിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള എമൗണ്ട്, ഇത് കറക്റ്റ് എമൗണ്ട് അല്ല, എഫക്റ്റീവായിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും 16,000 രൂപ അടയ്ക്കുന്നുണ്ട്. 16,000 രൂപ അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 4,000 രൂപയ്ക്ക് 6% റേറ്റിൽ 6/12 100, 6% ആണ്. അപ്പോൾ 6/12 എടുത്ത എന്തിനാണ്, ഒരു മാസമായതുകൊണ്ട് അങ്ങനെ 3 മാസത്തേക്ക്, ഇതിന് 3 മാസം. ഇനി ഇതേ 4,000 രൂപയ്ക്ക് 6/12%, 6/100 × 1/12, 1/12 ചെയ്ത് എന്തിനാണ്, വർഷത്തിനെ മാസമാക്കാനാണ്. ബാക്കി ഈ 4,000-ന് 2 മാസം, അടുത്ത ലാസ്റ്റ് ഈ 4,000 2 മാസം, ഈ 4,000-ന് 1 മാസം. അതായത് വേണമെങ്കിൽ 4,000 × 6/100 × 3 മന്ത് പ്ലസ് 4,000 × 6/100 × 2 മന്ത്, 4,000 × 6/100 × 6/1200 × 1 മന്ത്. 1 മന്തിന് 1/12, 3/12, 2/12, ആ 12 ആണ് പുറത്തെഴുതിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എമൗണ്ടിനെ രണ്ടും എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, റേറ്റ് കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ്. അതിൽ ഒരു ക്വസ്റ്റിനും ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ആദ്യം എഴുതിയ 15,000 അധികം, ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം, 15,000 അധികം 15,000-ൻ്റെ 6/1200 × 4 മാസം. ഇതേ എമൗണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, വേറെ രീതിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ, ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ 16,000 അധികം 4,000 × 6/1200 × 3 + 2 + 1 6 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിനകത്തുനിന്ന് ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 15,000-ഉം 16,000-ഉം ഇവിടെ 1000 വരും, ഇവിടെ 1000 വന്നെന്ന് വെച്ചോ, 1000 വന്നെന്ന് വെച്ചോ. ഇവിടെ 4, ഈ 2 0 പോയി, 4ഉം 12 കൂടെ 3 വട്ടം 150/3 50 കിട്ടും. 56 ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും നമുക്ക്, 6 ഈ 2 0 പോയി, 4000 അല്ലേ, 2 0 പോയി, ഇത് 6ഉം 12 കൂടെ 2, അപ്പോൾ ഇവിടെ 26 കിട്ടും. അപ്പോൾ 56-ഉം റൈറ്റ് സൈഡിൽ 26-ഉം 50 - 20 36 = നമുക്ക് എത്ര കിട്ടും, 1000 രൂപ എന്ന് കിട്ടും. അല്ലെങ്കിൽ 1000 എന്ന് കിട്ടും, രൂപയല്ല. 6 എന്ന് പറഞ്ഞാൽ 100/3 33.33%. നമ്മുടെ ആൻസർ ഏകദേശം 33% ആയിരിക്കും നമ്മളുടെ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എത്ര രൂപ, 15,000 രൂപ 6% ആയിരുന്നെങ്കിൽ എത്ര കൊടുക്കേണ്ടി വന്നെ, എത്ര കൊടുക്കേണ്ടി തന്നെ, 15,000 അധികം 15,000-ൻ്റെ 6/1200, 2 0 /12 × 4 മന്ത് /3 ചെയ്യാം 50. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം, 15,000 + 56 കൊടുക്കേണ്ടി തന്നെ. ഇത് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 16,000 കൊടുത്തു, അതിൻ്റെ കൂടെ 4,000-ൻ്റെ എത്ര, 4,000-ൻ്റെ 6/1200, 2 0 പോയി /12 വരും, ഇൻറ്റു 3ഉം 2ഉം 1 6/2 വരും, അപ്പോൾ 26. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36 = 1000. 6 എന്ന് പറഞ്ഞാൽ 1000/30 അല്ലെങ്കിൽ 100/3 33.33. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൺസെപ്റ്റ് അറിയണം, കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞാലേ, നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങൾ ഒരുപാട് പേര്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഈ മലയാളത്തിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് കണ്ടിട്ടുണ്ടോ, ഇങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചാനൽ മലയാളത്തിന് ഉണ്ടാവാനും പോകുന്നില്ല. അതുപോലുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, എനിക്ക് ഞാൻ കണ്ടന്റ് തരും. ആ രീതിയിൽ കണ്ടന്റ് സെറ്റാക്കും. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, ടൈം ഞാൻ കണ്ടെത്തും, സെറ്റാക്കി തന്നിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യുക, ഇതേ രീതിയിൽ ചെയ്യുക. അർജുന ബാച്ചിലെ അതിനകത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളെല്ലാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്ലാസ്സുകളൊക്കെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച, വേറെ ക്ലാസ്സുകളിൽ പോയി പഠിച്ച, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫ്ലൈൻ പഠിച്ച ക്ലാസ്സുകളിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് ഇവിടുത്തെ ക്ലാസ്, അല്ലെങ്കിൽ എന്ത് ഗുണം നിങ്ങൾക്ക് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സാമിന്. അപ്പോൾ അതെല്ലാം പോയി കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കമൻറ്റായിട്ട് പറയുക, ക്ലാസ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി റീച്ച് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.